ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഫസ്റ്റായിട്ട് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ്, അതായത് ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഓവർ വെന്ത് പോകരുത്. ഇപ്പം അത് നമ്മളെ ആ ഒരു വേവിൻ്റെ പരിവായിട്ടുണ്ട്. ഊറ്റിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊരു നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പൊക്കി കൊടുക്കുക കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോണം ചിലപ്പം ഫ്രഞ്ച് ഫ്രൈസ് ആയിന്ന് വരില്ല കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലാസ്റ്റിക്കിലോട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യം പൊരിക്കേണ്ടത് അപ്പം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഈ സ്ട്രക്ചറിൽ നമുക്ക് ഉരുളക്കിഴങ്ങിനനുസരിച്ചും നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഉരുളക്കിഴങ്ങാണ് കിട്ടുന്നത് അതനുസരിച്ചും അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില ഉരുളക്കിഴങ്ങ് എത്ര നന്നായി പൊരിച്ചാലും ചിലപ്പം ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല, ചിലത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്